ഹർഷിക്കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട് പപ്പേനെയും മമ്മീനെ എയർപോർട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയത് ഹർഷിക്കുട്ടൻ്റെ മുടി മുറിക്കാനാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടാണെന്ന് ഞങ്ങൾ കുറേ ആയിട്ട് അവൻ്റെ മുടി ഇങ്ങനെ മുറിക്കാണ്ട് വെച്ചേക്കുന്നത്. അവൻ അതിന് മാത്രം മുടിയൊന്നും ഇല്ല. അപ്പോൾ നടുക്കുള്ള മുടി മാത്രം ഇങ്ങനെ നീണ്ട് വല്ലാണ്ട് കുറച്ച് വൃത്തികേടായിട്ടിരിക്കണം. അവൻ കുറച്ച് മെലിഞ്ഞതുകൊണ്ട് മുടി നീണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വൃത്തികേടായി. എന്നാൽ പിന്നെ കൊണ്ട് മുറിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. കരയുമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് അവിടെയുള്ള ലൈറ്റും ബലൂൺസും എല്ലാം നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നത് ഞങ്ങളെ കയറ്റിയിരുത്തി. അപ്പോൾ അവൻ്റെ കഴുത്തിലൊരു ടവലൊക്കെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ അവർ ട്രിമ്മർ വെച്ചിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ട്രിമ്മർ വെച്ചിട്ട് ട്രിം ചെയ്ത് എടുത്ത് കളയാമെന്നാണ് പറഞ്ഞത്. സൈഡൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അവൻ ഇടയ്ക്ക് ട്രിമ്മറിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. ഇവരെൻ്റെ തലയിൽ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു സംശയഭാവമായിരുന്നു കേട്ടോ. ആശാൻ്റെ മുഖത്ത് മൊത്തം ആണെങ്കിൽ ഇങ്ങനെ തലയിലൊന്നും പിടിക്കുന്ന അവന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തലയിൽ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവന് ചെറിയ അസ്വസ്ഥത വരുന്നുണ്ടായിരുന്നു. പിന്നെ കത്രികയും ചീപ്പൊക്കെ കാണുമ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളൊരിതാണ്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ബോറടിച്ച് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ പിന്നെ മൊബൈൽ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അവന് മൊബൈൽ ഇതുവരെ കൊടുത്തിട്ടില്ല, മൊബൈൽ കാണിച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അജിൻ മൊബൈൽ കാണിച്ചപ്പോൾ തന്നെ അവന് വലിയ താല്പര്യം കാണിച്ചില്ല. പിന്നെ ചെയ്യുന്ന ആൾ അവിടെ അവരുടെ സലൂണിൽ സൈഡിൽ വെട്ടിച്ചിരുന്നൊരു ബലൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് അവൻ്റെ കൈ കൊടുത്ത് അങ്ങനെയാണ് പിന്നെ കുറച്ച് സമയം അങ്ങനെ ഇരുത്തിയത്. പിന്നെ ഞാൻ കുറച്ച് സമയം വണ്ടിയുടെ താക്കോലൊക്കെ കാണിച്ചു കൊടുത്തു. എന്നാലും ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര രീതിയിൽ അലമ്പൊന്നും ആക്കാണ്ട് അവൻ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ മുടി മുറിച്ച് തീർത്തത്. അതിനിടയ്ക്ക് കലിപ്പായിട്ട് ആശാൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായി ചുണ്ട് ചുളുക്കലും പുറത്തെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ ആശ്വസിപ്പിച്ചിരുത്തുകയാണ് ചെയ്തത്. അവനെ ട്രിമ്മർ കൊള്ളുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെറിയൊരു ഇതിലിങ്ങനെ ഇരുന്നത്. ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ചെവിയുടെ പുറകിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആവണമല്ലോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുടിയെല്ലാം മുറിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ മറ്റേ ഹെയർ ഡ്രയർ വെച്ചിട്ട് മേത്തുണ്ടായിരുന്ന മുടിയെല്ലാം ഒന്ന് ബ്ലോ ചെയ്ത് കളഞ്ഞു. പിന്നെ അവൻ്റെ കയ്യിൽ അവിടെ ഇരുന്നൊരു ബ്രഷും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബ്രഷ് വെച്ചിട്ട് അവനെ കസേരയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബ്ലോവറിൻ്റെ കാറ്റ് വന്നപ്പോഴത്തേക്ക് ഈശ്വര ഇതെന്താണ് ഈ സംഭവം എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷനായിരുന്നു ആശാൻ കൊടുത്തത്. അങ്ങനെ മുടിയെല്ലാം മുറിച്ച് ഞങ്ങൾ 4-5 സെൽഫിയൊക്കെ എടുത്തിട്ട് പിന്നെ അവരുടെ ബ്രഷും തിരിച്ചു കൊടുത്തിട്ട് മെല്ലെ വീട്ടിലോട്ട് പോയിട്ടു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.